ടീച്ചറിന്റെ ജാമ്പയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണ് എനിക്കൊരു ജാമ്പയ്ക്ക. ടീച്ചറെ ഏതൊന്ന് പച്ച ജാമ്പയ്ക്കാണോ? ഗ്രീൻ പച്ച കളറിലുള്ള ജാമ്പയ്ക്കാണ്. നാച്ചുറൽ സാധനമാണ്. പേരൊക്കെയുണ്ട് ടീച്ചറെ? ആ സൂപ്പർ ആണ് കേട്ടോ. അടിപൊളി ഗ്രീൻ ജാമ്പയ്ക്ക. ആ ഞാൻ കഴിക്കാം കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് കയറി നോക്കണം കേട്ടോ. നാടൻ പേരൊക്കെയുണ്ട്. ആ പിന്നെ അബിയും ഉണ്ട്, സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്, സപ്പോർട്ടയുണ്ട്, പിന്നെ റംബുട്ടാനുണ്ട്. അണ്ണ എവിടെ പോകുന്ന ഇത്രയും വലിയ കുടയും പിടിച്ചോണ്ട്? ഇടാ നീ എവിടെ പോയാലേ? ഇടാ MC റോഡ് വഴി നടക്കാൻ സമ്മതിക്കത്തില്ലേ? ഞാൻ എറണാകുളത്ത് നീ അവിടെ ഉണ്ടായിരുന്നില്ലേ? നീ എന്നെ പറയാനോ? അണ്ണ എവിടെ പോവാ? എവിടെ പോവാന്നോ? എടാ ഇവിടെ കോട്ടയം അയ്യപ്പാസ് നീ കേട്ടിട്ടുണ്ടോ? അയ്യപ്പാസ് ആ അതിനുള്ള പ്രായം നിങ്ങൾക്ക് ആയിട്ടില്ല. എടാ അയ്യപ്പാസ് എന്ന് പറഞ്ഞാൽ പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നത്. പുറത്തു നോക്കിയാൽ ചെറിയ കട, അകത്ത് അതിവിശാലമായ ഷോറൂം, അതാണ് അയ്യപ്പാസ്. അങ്ങനെ ഒരു കട നമ്മുടെ MC റോഡിലുണ്ട്. അത് ഗാർഡൻ ആണ്. ഗാർഡൻ ആ ഗാർഡൻ, നിധി ഗാർഡൻസ് എന്നാണ് എന്റെ പേര് കേട്ടോ. അതായത് സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർഡ് ആയ രണ്ട് ദമ്പതികൾ, ഒരു ടീച്ചറും ഒരു സാറും കൂടെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. 1.5 ഏക്കർ വിസ്തീർണമുള്ള വലിയൊരു ഗാർഡനാണ്. പക്ഷെ പുറത്ത് നോക്കി ഇച്ചിരിയേ ഉള്ളൂ. ഇത് പലർക്കും അറിയത്തില്ല. അത് മാത്രമല്ല ഇവിടെ ലാഭം നോക്കിയിട്ടല്ല അവർ കച്ചവടം ചെയ്യുന്നത്. അവരുടെ ഒരു പാഷനാണ്. റിട്ടയർഡ് ജീവിതം ആനന്ദകരമാക്കാൻ അവർ ഒരു പാഷനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഗാർഡനാണ്. മനസ്സിലായോ? അവരുടെ സ്വന്തം ഭൂമിയാണ്. അവരുടെ സ്വന്തം ഭൂമിയിലാണ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ഒന്ന് കാണണം. അത് 10 പേരെ അറിയിക്കണമെന്ന് കരുതിയാണ് ഞാൻ അവിടെ വന്നത് കേട്ടോ. അപ്പൊ ഞാൻ അവിടെ കയറട്ടെ? ഞാൻ വരണോ? നീയും വരണോ? ഞാനും വരുന്നു. നീ എന്നാ വരുന്നത്? എനിക്ക് കാണാൻ. നിനക്ക് കാണണോ? എന്നാ പിന്നെ നീ കൂടെ വരുമ്പോ ക്യാമറ എടുത്ത് ആൾക്കാരോട് കാണിക്കോ? ഇല്ല കാണിക്കോ? എല്ലാരും കാണും. എന്നാ നീ കയറുക. അപ്പോൾ നമ്മൾ നിധി ഗാർഡൻസിലോട്ട് കയറാൻ പോവുകയാണ്. ഒരു രക്ഷയില്ല. പുറത്ത് നോക്കിയാൽ ചെറിയ കടയാണ്. അകത്തോട്ടാണെങ്കിൽ കാണാൻ ഒരുപാടുണ്ട്. ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത് വിസ്തീർണമുള്ള ഒരു സ്ഥലത്താണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉള്ളിലേക്ക് കയറാം. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടുത്തെ ആ ടീച്ചറേയും ആ സാറിനെ നമുക്കിത് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ നമുക്ക് കയറാം. ടീച്ചറും സാറും ഇവിടെ എവിടെയെങ്കിലും കാണും. മൊത്തം ചെടികളാണല്ലോ, രക്ഷയില്ലല്ലോ. ആ ടീച്ചറെ നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം ടീച്ചറെ. നമസ്കാരമുണ്ട് ടീച്ചറെ. ഇതേ ഞാനിങ്ങനെ കൊട്ടാരക്കര ഇങ്ങനെ കേട്ടറിഞ്ഞ് വന്നതാണ്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു നിധി ഗാർഡൻസ് കൊണ്ട് ഒരു സംഭവം ഉണ്ട്. നമ്മൾ കൽപ്പകവാടി റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റ് ബിവറേജൊക്കെ എത്തുന്നതിന് മുമ്പായിട്ടാണ് സംഭവം എന്ന് അറിഞ്ഞു. അങ്ങനെ തിരക്കി പിടിച്ച് വന്നതാണ്. ഇത് കോട്ടയം അയ്യപ്പാസ് പോലെയാണ്. ചെറിയ കടയാണ്. അകത്ത് കിടക്കുവാണെന്ന് അറിഞ്ഞത്. അപ്പൊ ആദ്യം ടീച്ചർ ഒന്ന് പരിചയപ്പെടാം, സാറൊന്ന് പരിചയപ്പെടാം. ടീച്ചർ സ്കൂളിലായിരുന്നു? ഞാൻ വാക്കനാടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ സദാനന്ദപുരത്തു നിന്നാണ് റിട്ടയർ ചെയ്തിട്ട് 1 വർഷമായി. അപ്പം എൻ്റെ ഒരു പാഷനാണ് ചെടികൾ. പണ്ടേ എനിക്ക് ചെടികൾ ഇഷ്ടമാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് കാലം നമുക്ക് എന്തെങ്കിലും പിന്നെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയ ഒരു നഴ്സറിയാണ്. ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അവിടുന്ന് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഉദ്യമമാണ് ഈ ഗാർഡൻ. അപ്പോൾ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗാർഡനായിട്ട് ഇത് മാറ്റണമെന്നാണ് ആഗ്രഹം. റിട്ടയർ ചെയ്ത് 1 വർഷമായി. അപ്പോൾ അതിന് റിട്ടയർ ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ടീച്ചറെ എന്തൊക്കെ സസ്യജാലങ്ങൾ ഇവിടെ ഉണ്ട്? ഇത് ഹോയ പ്ലാന്റിന്റെ കളക്ഷനാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഹോയ ഉണ്ട്. അതിനകത്തിപ്പോൾ ഫ്ലവർ ഇല്ല. ഓരോന്നും ഓരോ വെറൈറ്റിയാണ്. ഇത് ബ്രോമിലിയാഡ് എന്ന് പറയുന്നത്. അതിനകത്ത് നല്ലൊരു ഫ്ലവർ ഉണ്ടാകുന്ന നല്ല കോസ്റ്റ്ലി ആയിട്ടൊരു പ്ലാന്റാണ്. നല്ല പ്ലാന്റാണ്. ഇത് സാൻസിവേറിയ പ്ലാന്റിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. ഇത് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ബ്രോമിലിയാഡിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബ്രോമിലിയാഡ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് ബ്രോമിലിയാഡ്. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് നോക്കി ഇതിൻ്റെ ലീഫ് കണ്ടാൽ ഒരു ബട്ടർഫ്ലൈയുടെ കൂട്ടാണ് ഇതിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പോത്തോസിൻ്റെ തന്നെ 7-8 വെറൈറ്റീസ് ഉണ്ട്. ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റും. പല വെറൈറ്റീസ് ഓഫ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സിൽ പേര് തന്നെ 4-5 ടൈപ്പ് ഉണ്ട്. മാവ് 6-7 ടൈപ്പ് ഉണ്ട്. മല്ലിക എന്ന് പറയുന്ന മാവാണ്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മാവായിട്ടുള്ള കോട്ടൂർക്കോണമുണ്ട്. പിന്നെ അവക്കാഡോ, നെല്ലി, മാതളം, റംബൂട്ടാൻ, കമ്പിളിനാരകം, മിക്കവാറും ഉള്ള എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും അവൈലബിൾ ആണ്. അമ്പലിൻ്റെയും താമരയുടെയൊക്കെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് പൂവൊന്നുമില്ല. എല്ലാം ഒരുമാതിരി ഇരിക്കുകയാണ്. എല്ലാത്തിനും നല്ല 1000 പെറ്റലും ലക്ഷ്മി അങ്ങനെയൊക്കെയുള്ള ഇത് യെല്ലോ പിയോണി എന്ന് പറയുന്ന താമരയാണ്. അങ്ങനെ താമരയുടെ ആമ്പലിൻ്റെയും നല്ലൊരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ഇത് ശംഖുപുഷ്പം. ഇത് സാധാരണ ശംഖുപുഷ്പമല്ല. ഇത് ഡബിൾ പെറ്റലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ബ്ലൂ ടീ, സാധാരണ വലിയ ഹോട്ടലുകളിലൊക്കെ തരുന്ന ബ്ലൂ ടീ ഇങ്ങനെ ഇതിൽ നിന്നുണ്ടാക്കുന്നതാണ്. വളരെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റാണ്. ഇത് ബൊഹീനിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ്.
കോറൽ വൈൻ, ഇത് റോസും വൈറ്റും ഉണ്ട്, പൂവില്ലെന്നുള്ളതേ ഉള്ളൂ. ഇത് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്ന ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. അതുപോലെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കാറ്റ്ക്ലോ. ഇത് ഹണി സക്കിൾ പ്ലാന്റ്. ഇതിനകത്ത് ഫ്ലവർ വൈറ്റും യെല്ലോയും അങ്ങനെ 2-3 ഷെയ്ഡിലായിട്ട് വരുന്ന ഒരു ഫ്ലവർ പ്ലാന്റ് ആണ് ഹണി സക്കിൾ. റെങ്കൂൺ ക്രീപ്പർ എന്ന് പറയുന്ന ഇതിൻ്റെ ഡബിൾ പെറ്റലുള്ള നിറയെ പൂക്കൾ പിടിക്കുന്ന റെങ്കൂൺ ക്രീപ്പറാണിത്. ഈ ഏരിയയിലാണ് ബാക്കിയുള്ള പ്ലാന്റ്സ് എല്ലാം, നമ്മൾക്ക് ഫ്രണ്ട് വ്യൂ ഇല്ലാത്തതുകൊണ്ട് ഈ ഏരിയയിൽ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും, ക്രോട്ടണും റോസും അരുളി അങ്ങനെ ഫൈക്കസ് അങ്ങനെയുള്ള എല്ലാ പ്ലാന്റ്സും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്രിപ്റ്റാന്തസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന നല്ല പ്ലാന്റ് ആണ്. പെട്ടെന്നൊന്നും അത് നശിച്ചു പോകത്തില്ല. വളരെ നല്ല പ്ലാന്റ് ആണ്. തരത്തിലുള്ള പ്ലാന്റ്സ് പല ഷേപ്പിലുള്ള പോട്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് അങ്ങനെ വേണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് പ്ലാന്റ്സ് കൊടുക്കുന്നതാണ്. ഇലകളുടെ ഭംഗി ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന പ്ലാന്റ് ഗ്രൂപ്പാണ് ബിഗോണിയ. ഇത് നമുക്ക് പല തരത്തിലുണ്ട്. എൻ്റെ കയ്യിൽ നല്ലൊരു ബിഗോണിയയുടെ കളക്ഷൻ ഉണ്ട്. ഇത് മദർ പ്ലാന്റ് പോലെയുള്ളതാണ്. ചെറിയ പ്ലാന്റും നമുക്ക് പ്ലാന്റ്സ് ലവേഴ്സിന് ചെറിയ പ്ലാന്റ് നമ്മളിവിടുന്ന് കൊടുക്കുന്നതാണ്. ഇതെല്ലാം ഫേൺ പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ്. ഫേണിൻ്റെയും നല്ലൊരു കളക്ഷൻ എൻ്റെ കയ്യിൽ ഉണ്ട്. കലേഡിയം എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പാണ്. ഇതിൻ്റെയും വെറൈറ്റീസ് ഒരുപാടുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ്. ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ലീഫോട് കൂടിയ പ്ലാന്റ്സ് ആണ്. ഇത് നെഹ്റു പ്ലാന്റ്. ഇത് നമ്മൾ ഇതിൻ്റെ ഇല നോക്കി കഴിഞ്ഞാൽ ഞരമ്പുകൾ കാണുന്നത് പോലെയാണ് ഇതിൻ്റെ ഇലയിലുള്ളത്. പിന്നെ ഇപ്പോൾ പ്ലാന്റ്സും നല്ല വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് ഫിലോഡെൻഡ്രോൻ്റെ ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. ഇത് വൈറ്റ് പ്രിൻസസ് എന്ന് പറയുന്നത് എൻ്റെ ഇലയുടെ ഭംഗി വളരെ ഭംഗിയുള്ള പ്ലാന്റാണ്. അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇത് പിങ്ക് പ്രിൻസസ്. ഇതത്രയും വളരെ 4-5 വർഷം 3-4 വർഷമായ പ്ലാന്റാണിത്. അത്രയും വളർച്ചയുള്ള പ്ലാന്റാണ്. നല്ല സ്ലോ ഗ്രോത്താണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്. അതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് ദാരാസിംഗ് എന്ന് പറയുന്ന പ്ലാന്റാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ്. വളരെ സ്ലോ ഗ്രോത്ത്. ഇതൊരു 6-7 കൊല്ലം വളർച്ചയെടുത്ത പ്ലാന്റാണ്. അപ്പോൾ ടീച്ചറിന് ഒരുപാട് കസ്റ്റമറുണ്ടോ? സ്ഥിരം വരുന്ന ഒരുപാട് കസ്റ്റമറുണ്ട്. ഇവിടെ ഒരു കസ്റ്റമറെ പരിചയപ്പെടാം. നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്തോ? സിന്ധു. സിന്ധു എന്നാണ് പേര്. ടീച്ചറിന്റെ സ്ഥിരം കസ്റ്റമർ ആണോ? ഞാൻ ടീച്ചറിന്റെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ്. ഇവിടുന്ന് ചെടിയൊക്കെ മേടിച്ചോണ്ട് പോകാറുണ്ട്. എല്ലാം അടിപൊളി ചെടിയാണ്. ഞാനിപ്പോ അറിഞ്ഞ് 1 വർഷം ആയതേ ഉള്ളൂ. അതിനുമ്പ് എനിക്ക് അറിയത്തില്ല. നേരത്തെ ഞാനൊരു നല്ലൊരു ചെടി ഫാനാണ്. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ ചെടി കട തുടങ്ങി അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഇതുവഴി വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോഴാണ് ടീച്ചറിനെ കാണുന്നതും പരിചയപ്പെടുന്നത്. ഇവിടെ കയറി ചെടിയൊക്കെ മേടിച്ചോണ്ടില്ലാതെ പിന്നെ ചെറിയ കടയായിരുന്നു. ഞാനും അകത്തോണ്ടോന്നും അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഇവിടെ വന്ന് ടീച്ചറെല്ലാം കാണിച്ചപ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ താമരയൊക്കെ ഇഷ്ടംപോലെ മേടിച്ചിട്ട് പോയിട്ടുണ്ട്. ആമ്പല് മേടിച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നു. കുഴപ്പമൊന്നുമില്ല. പിന്നെ അധികം വിലയൊന്നുമില്ല. നമ്മൾ ഈ പുറത്തൊക്കെ ചെന്ന് മേടിക്കുന്ന ഒരുപാട് വിലയൊന്നും ചേച്ചി ഈടാക്കത്തുമില്ല. പിന്നെ ചേച്ചിയുടെ സ്വന്തം ഭൂമിയല്ലേ. അപ്പൊ പിന്നെ അതനുസരിച്ച് ചേച്ചി അത് വിറ്റഴിക്കുകയും ചെയ്യുന്നു. നമുക്ക് അതനുസരിച്ചാണ് ചേച്ചി തരുന്നത്. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ബിഗോണിയ ഒക്കെ 3-4 ടൈപ്പുള്ള ബിഗോണിയ ഒക്കെ മേടിച്ചുകൊണ്ട് പോയി. എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നു. ഒന്നും പറയാനില്ല. എന്തായാലും ഇത്രയേറെ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പൊ നമുക്ക് ചോദിക്കാം, നമ്മൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പർച്ചേസിന് വരുവാണെങ്കിൽ ടീച്ചർ എന്തെങ്കിലും വില കുറച്ച് തരുമെന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ടീച്ചറെ, കൊട്ടാരക്കര വാർത്തകളുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന പ്രേക്ഷകർക്ക് ടീച്ചർ എന്തെങ്കിലും വില കുറച്ച് കൊടുക്കുമോ? കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. അപ്പൊ ധൈര്യമായിട്ട് വന്നു. ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ MC റോഡില് കൽപ്പകവാടി റെസ്റ്റോറന്റിന് ഓപ്പോസിറ്റ്. കുറച്ച് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മള് ബിവറേജ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിവിടെ കാണാം നിധി ഗാർഡൻസ്. നേരെ ഇനി വന്നാൽ മതി. കൊട്ടാരക്കര വാർത്തകളുടെ വീഡിയോ കണ്ടിട്ട് വരുവാന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആവശ്യം പോലെ ഇതെല്ലാം കയറി കാണാം. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ റേറ്റിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. വീഡിയോയിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം ടീച്ചറിന്റെ. ജസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെ എൻക്വയറി ചെയ്യണമെങ്കിൽ ആ കോൺടാക്ട് നമ്പർ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി.